മഴയൊക്കെയല്ലേ, അപ്പോൾ താഴെ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ പറയുക, മുട്ടക്കറി ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് കൊണ്ടാട്ടം പിന്നെ വറുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ആയാലെന്ന് വിചാരിച്ച്. ഈ മഴക്കാലത്ത് നല്ലതല്ലേ, ഈ സമയത്ത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ തോന്നില്ല നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശം പുളിയും 4-5 ചെറുള്ളിയും പിന്നെ 4-5 കൊണ്ടാട്ടമുളകും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ ഞാനിതിൽ പപ്പടം ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തത് ലിജ്ജത്താണ്. നമ്മുടെ നാട്ടിലെ പപ്പടമായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട, എന്ന് വെച്ചാൽ ഓൾറെഡി പപ്പടത്തിലും കൊണ്ടാട്ടമുളകിലും ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരില്ല. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് എത്ര എടുക്കേണ്ട വെച്ചാൽ അങ്ങനെ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചതക്കുക കേട്ടോ. ഉള്ളി ഞാൻ മൂപ്പിച്ചിട്ടില്ല, അങ്ങനെ തന്നെ പച്ചക്ക് ഇട്ടത്. ചെറുള്ളി എടുത്താണ് കേട്ടോ, സവാള ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായി ചതച്ച് വരുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതിലാകുമ്പോൾ നല്ല ടേസ്റ്റില്ല. നമ്മുടെ പണ്ടൊക്കെ നമ്മൾ അമ്മിയിലിട്ടിട്ടല്ലേ എല്ലാം ചതയ്ക്കണതൊക്കെ. അതിന് വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. മിക്സിയിലാകുമ്പോൾ വേഗം ആവുമെന്ന് മാത്രം. പക്ഷേ ഇതിന് കുറച്ചിങ്ങനെ ഇടിച്ചിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു സംഭവമാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം. ഈവൻ വീട്ടിലൊന്നും പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഞ്ഞിക്കോ ചോറിനോ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുളക് ചമ്മന്തി, കൊണ്ടാട്ടമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുളി ശരിക്കും ചതഞ്ഞില്ല, അതെന്താ അറിഞ്ഞൂടെ. എനിക്ക് വേണം വെള്ളത്തിലിട്ടിട്ട് കുറച്ചും കൂടി കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചതഞ്ഞാൽ. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി. എന്താ ഒരു നാട്ടിലെ പണ്ടത്തെ ഓർമ്മ വരുന്നില്ലേ, നമ്മുടെ കാന്താരി മുളക് ചതച്ചുണ്ടാക്കണ പോലെ. അതേപോലെ തന്നെ ആയിരിക്കും തോന്നുമ്പോൾ ടേസ്റ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണത്. പക്ഷേ നോക്കാം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.